ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങളുടെയൊക്കെ സംശയം തീർത്തുകൊണ്ടുള്ള ഒരു ചെറിയ Q&A ചോദിച്ചതിനുള്ള റിപ്ലൈ ആണ്. ഞാനിപ്പോൾ കുറേയായി ഈ ഒരു വീഡിയോ ഇടുമ്പോൾ ഇതിൻ്റെ താഴെ ഒരുപാട് കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതും പേഴ്സണലായിട്ട് വാട്സപ്പിൽ മെസ്സേജ് ആയിട്ട് കമൻറ്റ് ചോദിക്കുന്നുണ്ട്. അതിനൊക്കെയുള്ള റിപ്ലൈ ആണ് ഇതിൽ തരുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചാൽ, വീട്ടിൽ നിന്നും മാറി ഇവിടെ വന്ന് നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന്, രണ്ടും കൂടെ ഉള്ള പ്രത്യേകത എന്താണെന്നുള്ളതാണ്. അപ്പോൾ പലരുടെ ഒരു ധാരണ ഉണ്ട്, പിന്നെ വീട്ടിൽ നോക്കാൻ ആളില്ലാത്തവർക്കൊക്കെ വന്ന് നിൽക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇത് എന്നുള്ളത്. പക്ഷേ അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ വേറെ ആരും നോക്കാനില്ലെങ്കിൽ കൂടി ഇവിടെ നമുക്ക് നമ്മളെ കൂടെ നിൽക്കാനായിട്ട് ഒരാൾ മസ്റ്റായിട്ടും വേണം. നമ്മളെ കൂടെ ഉമ്മ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ. കാരണം നമ്മളെ കുട്ടീനെ എപ്പോഴും നമ്മൾ 24 മണിക്കൂർ നമ്മളെല്ലാം എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ ബാത്റൂമിൽ കുളിക്കാൻ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ നമ്മൾ കുളിക്കാൻ പോകും. ആ ഒരു ടൈമിലൊക്കെ നമ്മളെ കുട്ടീനെ നോക്കാൻ എന്തായാലും റൂമിൽ ഒരാൾ വേണം. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ഫുഡും അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സ് വാഷ് ചെയ്ത് നമ്മളെ കുളിപ്പിച്ച് തരും, കുട്ടീനെ കുളിപ്പിച്ച് തരും. അല്ലാതെ നമ്മളെ കൂടെ 24 hours ഒരു ഹെൽപ്പറായിട്ട് ആരും ഉണ്ടാവില്ല കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ അവർ വരും, അത്രയേ ഉള്ളൂ. അപ്പോൾ പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കില്ലേ. നമ്മൾ വീട്ടിൽ നിൽക്കുന്ന ടൈമിൽ നമ്മളിപ്പോൾ രാത്രിയിലാണെങ്കിലും നമുക്കൊരാളെ ഹെൽപ്പറെ വെച്ചിട്ടുണ്ടെങ്കിലും ആ ഹെൽപ്പർ നമ്മൾ ബേബിനെ നോക്കണമെന്നൊന്നുമില്ല, നമ്മൾ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഉറക്കമൊഴിഞ്ഞ് ബേബിനെ നോക്കണുണ്ടാവുക. അപ്പോൾ പിന്നെ നമുക്ക് രാവിലെ ആ ഒരു ടൈമിൽ എഴുന്നേൽക്കാനൊന്നും നമുക്കുണ്ടാവില്ല, നമ്മൾ നല്ല ഉറക്കത്തിലായിരിക്കും. പക്ഷേ നമ്മളെ നാട്ടിലൊക്കെ ഒരു 7 മണിയാകുമ്പോഴത്തേനും എണ്ണ തേച്ച് തൈലം തേച്ച് കുളിക്കണം എന്നുള്ള ഒരു മസ്റ്റായിട്ടുള്ള ഒരു നിബന്ധനയുണ്ട്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ക്ഷീണിച്ച് ഉറങ്ങണം ആ ഒരു ടൈമിലാവും നമ്മളെ വന്നിട്ട് നമ്മളെ വിളിക്കുന്നത്, ആ എഴുന്നേൽക്ക് സമയമായി കുളിക്കണം. അപ്പോൾ ആദ്യം നമുക്ക് മുട്ടയും പാലും തരും, അതൊക്കെ ഇവിടെയും തരുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളാണ് നമ്മൾ കുളിക്കുന്ന ടൈം തീരുമാനിക്കേണ്ടത്. നമ്മളെ ബേബി ഉറങ്ങുകയാണ് അല്ലെങ്കിൽ നമ്മൾ രാത്രിയിൽ ഉറക്കമൊഴിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ അസലായിട്ട് രാവിലെ ഉറങ്ങാം. ഉറങ്ങിയിട്ട് നമ്മളെ ബേബി എണീക്കണ മുന്നേ ആയിട്ട് നമ്മളവിടെ പോയി കുളിച്ചാൽ മതി. പിന്നെ ബേബിനെ നമ്മൾ റൂമിൽ നോക്കാൻ ആളുണ്ടായാലും മതി. അപ്പോൾ എന്നെ ചിലപ്പോൾ അവർ 7:30 വിളിക്കും, അല്ലെങ്കിൽ 8 മണിയാകുമ്പോൾ വിളിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ടൈമിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ പോയിട്ട് കുളിച്ച് വരും കേട്ടോ. അല്ലെങ്കിൽ ബേബി എണീറ്റിട്ട് ഇരിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ കുളിക്കാനായിട്ട് പോകാറുള്ളത്. പിന്നെ ഫുഡിൻ്റെ കാര്യം പല ആളുകളും ചോദിച്ചിരുന്നു. വീഡിയോയിൽ എപ്പോഴും നീ പച്ചക്കറി ചോറൊക്കെയാണല്ലോ കാണിക്കുന്നത്, അപ്പം മട്ടനും ചിക്കനും ഒന്നും കിട്ടില്ലേ എന്നുള്ളത്. നമ്മൾക്ക് ഇവിടെ 3 ദിവസം അഥവാ ചൊവ്വാഴ്ച നമുക്ക് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. വെള്ളിയാഴ്ച നമുക്ക് നെയ്ച്ചോറും ബീഫും, അതുപോലെ തന്നെ ഞായറാഴ്ച നമുക്ക് ചിക്കൻ കറി, അതിൻ്റെ കൂടെ തന്നെ കുമ്പളങ്ങ കറിയുണ്ട്, നോർമൽ ചോറുമാണ്. ഇതേ ദിവസങ്ങളിലൊക്കെ രാത്രിയിൽ നമുക്ക് ചപ്പാത്തിയാണ് കേട്ടോ കിട്ടുക. അപ്പോൾ 3 ദിവസം ചപ്പാത്തി, ബാക്കിയുള്ള എല്ലാ ദിവസവും നൈറ്റ് നമുക്ക് ചോറ് തന്നെയാണ് കിട്ടുക. അപ്പോൾ അല്ലാതെ നമ്മൾ ഫുൾ ടൈം നമുക്ക് ഇവർ ചിക്കനും മട്ടനും ഇങ്ങനെ തന്നുകൊണ്ടിരിക്കില്ല. മട്ടൻ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു ദിവസം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് 1 മാസത്തെ ആ ഒരു ഇതിൽ ഒരു ദിവസമാണ് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ ദിവസം ഇവിടെ കഴിഞ്ഞിട്ടില്ല, ചിലപ്പോൾ ഇനി കിട്ടുമെന്നുള്ളത് അറിയില്ല, കിട്ടിയാൽ ഞാൻ പറയാം. അപ്പോൾ ചില ആളുകൾ ഞാൻ ബിരിയാണി കഴിച്ച വീഡിയോ കണ്ടിട്ടുണ്ടാവില്ല, അല്ലാതെ എൻ്റെ ഒരു വീഡിയോ മാത്രം കണ്ടിട്ടായിരിക്കും എന്നോട് പേഴ്സണലി ഈ ഒരു മെസ്സേജിൽ ചോദിക്കുന്നത്. പിന്നെ വന്നിട്ട് നമ്മളെ വീട്ടിലാണെങ്കിലും നമ്മളെ കൂടെ നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ നമ്മളെ ഉമ്മ അല്ല ആരെയാണോ നമ്മളെ കൂടെ നിൽക്കണം, അവരും ഇതേപോലെ രാത്രിയിൽ ഉറക്കം ഒഴിച്ചിട്ടോ നിൽക്കുക. എന്നിട്ട് ഇവർക്ക് രാവിലെ എഴുന്നേറ്റിട്ട് അവരെ വീട്ടിലെ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇവിടെ ആകുമ്പം ആ ഒരു പ്രശ്നമില്ല, നമ്മളെ കൂടെയുള്ള ആൾക്കും രാത്രി ഉറക്കഴിച്ചാലും പ്രശ്നമൊന്നുമില്ല, നമുക്ക് രാവിലെ നല്ല സുഖമായിട്ട് ഉറങ്ങാം. കാരണം ഇവിടെ നിന്നാണല്ലോ നമുക്ക് ഫുഡൊക്കെ കിട്ടുന്നത്. ഇനി ആ ഒരു ഫുഡ് പോരാ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കുക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞങ്ങളൊന്നും കുക്ക് ചെയ്യുന്നു ചെയ്യുന്നില്ല കേട്ടോ, കാരണം നമ്മൾക്ക് ഇവിടുന്ന് കിട്ടുന്ന ഫുഡ് തന്നെ ധാരാളമാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് വേറെ കുക്കൊന്നും ചെയ്യാറില്ല. പിന്നെയെന്ന് വെച്ചാൽ നമ്മൾക്കുള്ള മരുന്നുകൾക്കൊക്കെ ഓരോ അളവുണ്ട്. ഇപ്പോൾ 2 ടീസ്പൂൺ കഴിക്കേണ്ട മരുന്നുണ്ട്, 1 ടേബിൾ സ്പൂൺ കഴിക്കേണ്ട മരുന്നുണ്ട്. അപ്പം ഇതൊക്കെ ആ ഒരു അളവിനാണ് നമ്മൾ ഇവിടുന്ന് കഴിക്കുകയുള്ളൂ. നമ്മളെ വീട്ടിലാണെങ്കിൽ ഉള്ളിലേക്ക് ഉണ്ടാക്കിയിട്ട് അത് കഴിയോളം നമ്മൾ 3 നേരം തീറ്റിക്കുള്ളൂ. 3 നേരം നമുക്കൊരു ബൗളിലാക്കിയിട്ട് കൊണ്ടുവന്ന് തരും, തിന്നോ എന്ന് പറഞ്ഞിട്ട്. ഇവിടെ അങ്ങനെയില്ല, അതിൻ്റെ ഒരു തീരുന്നൊരു കണക്കുണ്ട്. അതെല്ലാം നമ്മുടെ ബോട്ടിലായിട്ടാണ് കേട്ടോ തരുന്നത്. അപ്പോൾ ഞാൻ വന്ന അനുഭവം വെച്ചിട്ട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് 2 ഡെലിവറി കഴിഞ്ഞതിലും ഇത് 3ാമത്തേതാണ്. അപ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ ഒരു ഇതാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ ഫ്രീ ആണ്. നമ്മളെ വീട്ടിലാണെങ്കിൽ നമുക്ക് നമ്മളെ കൂടെയുള്ള മക്കളെ കാര്യം നോക്കണം. അതുപോലെ തന്നെ ഈ വന്ന ആളുകൾ, നമ്മളെ നോക്കാൻ വന്ന ആളുകൾക്ക് നമ്മൾ ശരിക്കും അങ്ങോട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഒരു അവസ്ഥയില്ല. അപ്പോൾ ഇല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ ഉമ്മമാരാണെങ്കിൽ അവർ ഫുഡ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് കൊടുക്കണം. അപ്പോൾ നമ്മൾക്കുള്ള ഫുഡാണെങ്കിൽ കൂടി നമ്മളെ ഉമ്മമാരാണ് ഉണ്ടാക്കണം, അല്ലാതെ വരുന്ന ആളല്ല. അവർ ഡ്രസ്സ് അലക്കും, പിന്നെ മരുന്നുണ്ടാക്കും, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് ചെയ്ത് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ എന്തുകൊണ്ടും നല്ലതാണെന്ന് എനിക്ക് ഇതാണ് കേട്ടോ തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ 2 എനിക്ക് ഉറക്കത്തിൻ്റെ ആ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടാവും. കാരണം നമ്മൾ രാത്രി ചിലപ്പോൾ ഉറങ്ങിയിട്ടുണ്ടാവില്ല, അത് നമ്മൾ ചിലപ്പോൾ വീട്ടുകാർ കണ്ടിട്ടുണ്ടാവില്ല, ഇവർ പറഞ്ഞിട്ടുണ്ടാവില്ല. നമ്മൾ കുട്ടീനെ എടുത്തിട്ട് കെയർ ചെയ്ത് നോക്കി നന്നായിട്ടൊന്ന് ഉറങ്ങുന്ന സമയത്താകുമ്പോൾ രാവിലെ നമ്മൾ ആ ഉറക്കത്തിൽ നിന്ന് നമ്മൾ ചിലപ്പം 5 മണിക്കോ 6 മണിക്കോ ചിലപ്പം ഒന്ന് ഉറങ്ങാനായിട്ട് തുടങ്ങുന്നുണ്ടാവുക. ആ ടൈമിൽ വന്നിട്ട് നമ്മളിവർ എഴുന്നേൽപ്പിക്കും, വായോ നമുക്ക് കുളിക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ഉറക്കത്തിൻ്റെ പ്രശ്നം ഇതൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും നമ്മുടെ വീട്ടിലൊക്കെ വിസിറ്റേഴ്സ് വരും. അപ്പോൾ നമുക്ക് പിന്നെ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയാണ് വരുന്നത്. ഇവിടെയും വിസിറ്റേഴ്സൊക്കെ വരുന്നുണ്ട്. എല്ലാവരും ചോദിച്ചിരുന്നു വിസിറ്റേഴ്സിന് അലൗഡ് ആണെന്ന്. ഏത് ടൈമിലും അലൗഡ് ആണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, വരാം, ആർക്ക് വേണമെങ്കിലും വരാം, കാണാം. പിന്നെ കുറേ ആളുകൾ ഇതിൻ്റെ ക്യാഷ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. 30 ദിവസത്തിന് ഞാൻ 1 ബെഡ്റൂമിൻ്റെതാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് 58,000 ആണ് കേട്ടോ.
അതേസമയം 2 ബെഡ്റൂമിൻ്റെതിന് 65 വരുന്നത്. 40 ദിവസത്തിന് 80,000 ആണ് കേട്ടോ വരുന്നത്. അതിൽ നമ്മൾ കൂടെ നിൽക്കുന്ന ആൾക്കും ഫുഡൊക്കെ ഫ്രീ ആണ് കേട്ടോ. നമ്മൾക്കൊരു പ്രസവിച്ച് കിടക്കുന്ന ആൾക്ക് ഒരു 6 നേരം ഫുഡ് എന്ന് പറഞ്ഞ രീതിയിലുണ്ട്, കൂടെ നിൽക്കുന്ന ആൾക്ക് 3 നേരം. 6 നേരം എന്ന് ഉദ്ദേശിച്ചത് ഇടനേരങ്ങളിലുള്ള കഞ്ഞി, ഉലുവാക്കഞ്ഞി, അതുപോലെ തന്നെ വൈകിട്ട് നമ്മൾക്ക് ചെറിയ ചെറുപയർ വരകിയത്, രാഗി, ഓട്സ്, സൂചി, ഗോതമ്പിൻ്റെ അലീസ എല്ലാം കിട്ടും കേട്ടോ. പിന്നെ എല്ലാ റൂമിലും AC, അതുപോലെ തന്നെ TV, ഫ്രിഡ്ജ്, ഫ്രീ വൈഫൈ ഉണ്ട് കേട്ടോ. ഇവിടെ എല്ലാ റൂമിലും ഉണ്ട്. പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ അവിടെ പ്രസവിച്ചിട്ട് കിടക്കുകയൊന്നുമല്ല ചെയ്യുന്നത്, വീഡിയോ എടുത്ത് നടക്കുകയാണോ ചെയ്യുന്നതെന്ന്. ഞാൻ കിടക്കുന്നുണ്ട് കേട്ടോ, ആവശ്യത്തിന് കിടക്കുന്നുണ്ട്. പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ എന്തായാലും നമുക്ക് ടേബിൾ മേക്കൊക്കെ വരണം, അത്രേ തന്നെ ഞാനും നടക്കണുള്ളൂ. പിന്നെ 24 hours ഞാൻ ഇങ്ങനെ ബെഡും ഇങ്ങനെ മലർന്ന് കിടക്കണമെന്നില്ല കേട്ടോ. നമ്മൾക്ക് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും ഡോക്ടർ റെസ്റ്റ് പറഞ്ഞിരിക്കണമെങ്കിൽ മാത്രം നമ്മൾ റെസ്റ്റ് എടുത്താൽ മതി. അല്ലാത്ത ഇപ്പോൾ പുതിയ സാങ്കേതിക വിദ്യയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇപ്പോഴത്തെ സ്റ്റിച്ച് പോലും നമ്മൾക്ക് ചൂടുവെള്ളത്തിൽ കഴുകണ്ട, പച്ചവെള്ളത്തിൽ കഴുകാനുള്ള സ്റ്റിച്ചും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ തന്നെ റെസ്റ്റിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വിട്ടുകണോ എന്നുള്ളത് അറിയില്ല. ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ അതിൻ്റെ റിപ്ലൈ തരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അതുപോലെ പുതുതായിട്ട് ആരെങ്കിലുമൊക്കെ എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. കൂടെ കാണുന്നൊരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതിൽ ഓൾ എന്ന ഓപ്ഷനിലാണ് കേട്ടോ ക്ലിക്ക് ചെയ്യാൻ. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.